അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വൻ ആശങ്ക പടരുകയാണ്. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തിരികെ യാത്ര തിരിക്കുമ്പോൾ ഇറാനിയൻ അനുകൂല വിമത ഗ്രൂപ്പുകളിൽ നിന്ന് നേരിട്ട് വധഭീഷണിയുണ്ടെന്ന വിവരത്തെ തുടർന്ന് ട്രംപിന്റെ യാത്രാ വിമാനം അടിയന്തരമായി മാറ്റിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലെബനൻ വാർത്താ ഏജൻസികളും ന്യൂയോർക്ക് ടൈംസ്, CBS ന്യൂസ് തുടങ്ങിയ മുൻനിര അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഖത്തർ സർക്കാരിൽ നിന്ന് അമേരിക്കയ്ക്ക് സമ്മാനമായി ലഭിച്ച അത്യാധുനിക ബോയിംഗ് 7478 എന്ന പുതിയ വിമാനത്തിലായിരുന്നു ട്രംപ് തുർക്കിയിലേക്ക് എത്തിയത്. എന്നാൽ അങ്കാറയിലെ ഉച്ചകോടിക്ക് ശേഷം മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഈ വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കാമെന്ന ശക്തമായ രഹസ്യാന്വേഷണ വിവരം US രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു. തുടർന്ന് യാതൊരു അപകട സാധ്യതയും മുൻകൂട്ടി കാണാതെ മുൻപ് ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക എയർഫോഴ്സ് വണ്ണിലേക്ക് ട്രംപിന്റെ യാത്ര മാറ്റാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ഇറാന്റെ പിന്തുണയുള്ള പ്രോക്സി ഫോഴ്സുകൾ ട്രംപിനെ തന്നെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിവരം വിശ്വസനീയമായിരുന്നു. വിമാനം ഏത് എന്നതിനേക്കാൾ ഉപരി ട്രംപ് സഞ്ചരിക്കുന്ന യാത്രാമാർഗമായിരുന്നു ഭീഷണിയുടെ കേന്ദ്രബിന്ദു. അതുകൊണ്ട് തന്നെ വധശ്രമ ഭീഷണിയെ ചെറുക്കാൻ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള പഴയ എയർഫോഴ്സ് വണ്ണിലേക്ക് മാറാൻ സീക്രട്ട് സർവീസ് അടിയന്തരമായി നിർദ്ദേശിക്കുകയായിരുന്നു. ഖത്തർ സമ്മാനമായി നൽകിയ $400 മില്യൺ മൂല്യമുള്ള പുതിയ ബോയിംഗ് 7478 വിമാനം വലിയ ആഡംബരങ്ങൾ നിറഞ്ഞതാണെങ്കിലും സൈനിക തലത്തിലുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ അതിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത മുൻപും ചർച്ചയായിട്ടുണ്ട്. ലേസർ ഉപയോഗിച്ച് വരുന്ന മിസൈലുകളെ വഴിതിരിച്ചുവിടാനും അന്ധമാക്കാനുമുള്ള കൗണ്ടർ മെഷേഴ്സ് പഴയ എയർഫോഴ്സ് വണ്ണിൽ ശക്തമാണ്. എന്നാൽ പുതിയ വിമാനത്തിൽ ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ അപൂർണത കാരണം ഒരു അപകട സാധ്യത കൂടുതലായിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ എയർഫോഴ്സ് വണ്ണിലേക്ക് ട്രംപ് മാറിയെങ്കിലും സാധാരണക്കാർക്ക് ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ വൈറ്റ് ഹൌസ് ആദ്യം കൃത്യമായി വിശദീകരണം നൽകിയില്ല. ബ്രിട്ടനിലുള്ള US സൈനികർക്ക് പുതിയ വിമാനം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വിമാനം മാറിയതെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണം. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഭീഷണിയുടെ വ്യാപ്തി ലോകമറിഞ്ഞത്. ഇറാൻ പ്രതിരോധ കമാൻഡർമാരുടെ കൊലപാതകങ്ങൾക്ക് പകരം വീട്ടുമെന്ന് ടെഹ്റാൻ മുൻപ് പലതവണ പ്രഖ്യാപിച്ചതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ഭീഷണികൾ വെറും വ്യാജ പ്രചാരണങ്ങൾ അല്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. തുർക്കിയിലെ അങ്കാറയും ഇറാഖിലെ എർബിലും കേന്ദ്രീകരിച്ച് അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മേഖലയിലുടനീളം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അമേരിക്ക വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അങ്കാറയിൽ വെച്ച് തന്നെ ഇത്തരമൊരു ഗൂഢാലോചന പുറത്തായത് സുരക്ഷാ ഏജൻസികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. മുൻപ് ഇറാന്റെ ഭാഗത്തു നിന്ന് ജീവന് ഭീഷണി ഉണ്ടായാൽ ഇറാനുമേൽ വൻ നാശനഷ്ടം വിതയ്ക്കുമെന്ന് ട്രംപ് പരസ്യമായി താക്കീത് നൽകിയിരുന്നു. ഇപ്പോഴുണ്ടായ സംഭവം അമേരിക്കയെ കൂടുതൽ കടുത്ത സൈനിക നടപടികളിലേക്ക് നയിച്ചേക്കാം. നിലവിൽ റെഡ് സീ, യമൻ മേഖലകളിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് പുറമെ ഇറാന് നേരെ നേരിട്ടുള്ള ആക്രമണത്തിന് അമേരിക്ക പ്ലാൻ ചെയ്യുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നുണ്ട്. വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചും അമേരിക്കയ്ക്കകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ ഖത്തർ വിമാനം പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നത് വരെ ട്രംപ് പഴയ എയർഫോഴ്സ് വണ്ണിൽ തന്നെ യാത്ര തുടരുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാതറിൻ ലിവിറ്റ് പിന്നീട് വ്യക്തമാക്കി. ഈ സംഭവം ട്രംപിന്റെ സുരക്ഷാ വലയം കൂടുതൽ ശക്തമാക്കാൻ കാരണമായിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ അരികിലെത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് തുർക്കിയിൽ വെച്ച് ഒഴിവായ ഈ അടിയന്തര സാഹചര്യം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ആകാശപാതകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബായി മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം മാറിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും മേഖലയുടെ ഭാവി സമാധാനം.